മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുകൂടിയാണ്. UDF സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ വിശേഷങ്ങൾ അറിയാം. സമയം രാവിലെ 7 മണി. മലപ്പുറം കാരാത്തോടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ നിസാറും ബഷീറും. അപ്പോഴേക്കും പല ആവശ്യങ്ങൾക്കായി എത്തിയവരെ കൊണ്ട് വീടിന്റെ കോലായി നിറഞ്ഞു. അത്യാവശ്യ കാര്യങ്ങൾക്കെത്തിയവരും വെറുതെ കാണാനെത്തിയവരുമെല്ലാം കൂട്ടത്തിലുണ്ട്. എട്ട് മണിയോടെ സ്ഥാനാർത്ഥി കുളിച്ച് റെഡിയായി പുറത്തെത്തി. ദലിത് കോൺഗ്രസ് നേതാവ് രാമഭദ്രൻ അടക്കമുള്ളവരുമായി ചെറിയ ചർച്ച. എല്ലാവരെയും കണ്ടപ്പോഴേക്കും സമയം 9 മണി കഴിഞ്ഞു. പിന്നെ അഹമ്മദിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം. 5 മിനിറ്റ് നേരത്തെ അഭിമുഖത്തിന് ശേഷം പ്രഭാത ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക്. ഭക്ഷണത്തിനിടെ അല്പം രാഷ്ട്രീയം. സമയം വൈകിയതിനാൽ അതിവേഗം വീടിന് പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി കാറിൽ കയറും മുമ്പ് ഇന്നത്തെ പരിപാടിയെക്കുറിച്ച്. ഇന്ന് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലമാണ്, അസംബ്ലി മണ്ഡലം. എൻ്റെ ജനറൽ പര്യടനത്തിൻ്റെ അവസാനത്തെ മണ്ഡലമാണ്. ഒരു റൗണ്ട് പൂർത്തിയാവും ഇന്നത്തോടെ അല്ലേ? അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ചുരുക്കി പറഞ്ഞു? അല്ല, പര്യടന പരിപാടി പൊതുവെ ഓരോ പോയിന്റും ഒരു പബ്ലിക് മീറ്റിംഗ് ആയി മാറി. അതാണ് അനുഭവം. ജനങ്ങൾ മൊത്തം അങ്ങ് ഇളകി വശമായിട്ടുണ്ട്. അതാണ് പര്യടനത്തിൽ ഞാൻ കണ്ടത്. പിന്നെ ബാക്കി ബൂത്തിലെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ. MLA ഉണ്ട് തങ്ങൾ. അപ്പോൾ അവരൊക്കെ വിലയിരുത്തിയിട്ട് പറയുന്നത് എല്ലാ തരത്തിലും വർക്കും ഒക്കെയാണെന്ന്. രാവിലെ താങ്കൾ എല്ലാം റിവ്യൂ ചെയ്യണം എല്ലാ ദിവസവും. ഇന്ന് ചെയ്തോ? ഇല്ല, ഞാൻ റിവ്യൂ ഒന്നും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇലക്ഷൻ കാര്യങ്ങൾ നോക്കുന്ന താലൂക്ക് ഹുസൈൻ തങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ KP മജീദ്, അതുപോലെ തന്നെ KN കാതൽ, അവരൊക്കെ തന്നെ ഇലക്ഷൻ സൂപ്പർവൈസ് ചെയ്യുന്നു. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഓണപ്പുഴയിൽ നിന്നാണ് പര്യടനത്തിന്റെ തുടക്കം. പുറപ്പെടാൻ 1 മണിക്കൂർ വൈകിയതിനാൽ അതിവേഗമാണ് യാത്ര. സ്ഥാനാർത്ഥി വൈകിയതൊന്നും അണികൾക്ക് പ്രശ്നമല്ല. മുദ്രാവാക്യങ്ങളോടെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ ആനയിച്ചു. JC വേണുഗോപാലും KP മജീദുമെല്ലാം വേദിയിലുണ്ട്. ഹാരങ്ങളേറ്റ് വാങ്ങിയ ശേഷം സ്ഥാനാർത്ഥിയുടെ ഏതാനും വാക്കുകൾ. BJPക്കെതിരെ ഒരു വർത്തമാനം പറയാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിൻ്റെ കൂടെ നിൽക്കുന്ന നാളെ BJP ഭരണം 2 കൊല്ലം കഴിഞ്ഞ് പാർലമെന്റിലെ ജനറൽ ഇലക്ഷൻ വരുമ്പോൾ പോയാൽ ആ സ്ഥാനം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളതും വേറെ ആരുമല്ല, ഇടതുപക്ഷക്കാരൊന്നുമല്ല. അവരെ കൊണ്ട് അതിനൊന്നും ആവുന്നില്ല. അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ കൂടെയുള്ള ഞങ്ങൾ ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികളാണ് വേറെ. വേദിക്ക് പുറത്തിറങ്ങി നാട്ടുകാരോട് കൈകാണിച്ച് വാഹനത്തിലേക്ക്. ഇനി അടുത്ത സ്വീകരണ കേന്ദ്രം. സ്ഥാനാർത്ഥിയുടെ വരവറിയിച്ചുള്ള അനൗൺസ്മെന്റ് വാഹനം മുന്നിൽ. കുഞ്ഞാപ്പ കോണി ചിഹ്നത്തിൽ UDFന്റെ സാരഥിയായി വന്നു വോട്ടുകൾ കോണിക്കേകൂ.
മലപ്പുറത്തിന്റെ സ്വന്തമാണടാ ഇനി നാമെല്ലാം ആസപ്പെട്ടൊരു നാള് വന്നടാ ഈ നാടിൻ കൂട്ട് നൽകാൻ പോട്ട് കോണി ചിഹ്നത്തിലേക്കാ ഈ കുഞ്ഞാപ്പ മലപ്പുറത്തിന്റെ സ്വന്തമാണടാ. വളപുരത്തും വടക്കൻ പാലൂരും പുലാമന്തോളുമെല്ലാം സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ നിരവധി പേരെത്തി. പച്ചക്കൊടിയുടെ പവർ കണ്ടോ, ഇതുപോലൊരു പൂങ്കൊടി വേറെയുണ്ടോ? ഈ കൊടിയേന്തിയ കൈകൾ കണ്ടോ, ഈ ജയക്കൊടി പാടാത്ത നാടുണ്ടോ? നമ്മുടെ ഇന്ത്യ രാജ്യം ഇപ്പോ BJP ഭരിക്കുക, ജനങ്ങൾക്ക് എപ്പോഴും ദോഷം ചെയ്യുന്ന ഒരു തരം ഭരണം BJP ഭരണം കൊടി പാടാത്ത നാടുണ്ടോ? സ്വീകരണത്തിന് ശേഷം പ്രായമായവരുടെയും സ്ത്രീകളുടെയും അടുത്ത് ചെന്ന് വോട്ടഭ്യർത്ഥന. വൃദ്ധരോടും കുട്ടികളോടും അല്പം നർമ്മം. ഈ പച്ചക്കൊടിയുടെ പവർ കണ്ടോ, ഇതുപോലൊരു പൂങ്കൊടി വേറെയുണ്ടോ? ഈ കൊടിയേന്തിയ കൈകൾ കണ്ടോ, ഈ ജയക്കൊടി പാടാത്ത നാടുണ്ടോ? ഈ പച്ചക്കൊടിയുടെ പാടി കണ്ടോ, ഇതുപോലൊരു പൂങ്കൊടി വേറെയുണ്ടോ? ഈ കൊടിയേന്തിയ കൈകൾ കണ്ടോ, ഈ ജയക്കൊടി പാടാത്ത നാടുണ്ടോ? ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ബഹുമാന്യരായ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന മലപ്പുറം എന്നൊരു നാടുണ്ട്, മലയാള നാടിന്റെ മശഹൂറായൊരു പേരുണ്ട്. മഹനീയ പൂങ്കാവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് ഇഞ്ചോടിഞ്ച് പോരാടിയാണ് പെരിന്തൽമണ്ണ മണ്ഡലം UDF നിലനിർത്തിയത്. ഈ ആവേശവും മത്സരബുദ്ധിയും UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ദൃശ്യമാണ്. സ്വീകരണ കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥി എത്തുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രസംഗം CP മുഹമ്മദും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമാണ് നടത്തുന്നത്. സ്ഥാനാർത്ഥിയെ ആനയിക്കുമ്പോൾ വാദ്യഘോഷം മുഴക്കാനുള്ള കലാകാരന്മാരുടെ സംഘം എല്ലായിടത്തുമുണ്ട്. നല്ല ചൂടും സമയക്കുറവും മൂലം ചെറു യോഗങ്ങളാണ് എല്ലായിടത്തും നടന്നത്. എല്ലാവരെയും കാണാനുള്ള സമയപരിമിതി എടുത്തു പറഞ്ഞാണ് സ്ഥാനാർത്ഥിയുടെ പ്രസംഗം. നാനാമതത്തിലെ സൗഹൃദങ്ങൾ നാമാവശേഷമായ ദിനങ്ങൾ നാൾക്കുനാൾ നാട്ടിൽ വർദ്ധിച്ചിടുന്നു. കൊലപാതകം കൊള്ളിവെപ്പും ന്യൂനപക്ഷത്തിനു രക്ഷ വേണം, രക്ഷകൻ കുഞ്ഞാലിക്കുട്ടി വേണം. വോട്ട് രേഖപ്പെടുത്തി വിനിയോഗിക്കണം എന്ന് നിങ്ങളോട് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിനു രക്ഷ വേണം, രക്ഷകൻ കുഞ്ഞാലിക്കുട്ടി വേണം. അതിനായി വോട്ട് കോടിക്കു നൽകാം, അഭിമാന നിലനിൽപ്പു നേടാം. ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും നല്ല രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത
ഇനി ഉച്ചഭക്ഷണമാണ്. ജില്ലാ അതിർത്തിയിലെ പള്ളിക്കുന്നിൽ ഒരു പ്രവർത്തകന്റെ വീട്ടിലാണ് ഭക്ഷണം. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ചെറിയ വിശ്രമത്തിനിടെ ഏതാനും ചോദ്യങ്ങൾ. ഈ മലയോര മേഖലകളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ വികസനമൊക്കെ ഒരു പ്രശ്നമാണ്. ആളുകൾ അത്തരം പ്രശ്നങ്ങൾ കൂടി ഒരു പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രഥമ സ്ഥാനം അതിനില്ല എങ്കിൽ പോലും അത് ഉന്നയിക്കപ്പെടുന്നുണ്ട് താങ്കളുടെ മുന്നിൽ. സ്വാഭാവികം, അതൊക്കെ പറയല്ലോ. കാരണം ഇവിടെ താരതമ്യേന മലപ്പുറം ജില്ലയിൽ വികസനം നന്നായി നടന്നൊരു ജില്ലയാണ്. പക്ഷേ എന്നിരുന്നാലും ആളുകൾക്ക് അത് മതിയാവാറ് ഇല്ലല്ലോ. കാരണം അതുകൊണ്ട് ആളുകൾ ഉന്നയിച്ചാൽ സന്തോഷമേ ഉള്ളൂ. അവരൊരു നിരാശയോടുകൂടി പറയുന്ന ഒരു വിഷയം മലപ്പുറം ജില്ലയിലില്ല. ഇപ്പോൾ താങ്കൾ ഇന്ന് പര്യടനത്തിൻ്റെ ഒരു മധ്യത്തിൽ വിശ്രമിക്കുകയാണ്. താങ്കൾ എന്താണ് ഇന്നത്തെ പര്യടനത്തിൽ ജനങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും താങ്കൾ ശ്രദ്ധയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വികാരം പൊതുവെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മെസ്സേജ് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്നത് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഇന്ത്യയിൽ ഫാസിസം വളരുന്നത് ചെറുക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നാണ്. അപ്പോൾ അതെങ്ങനെ എനിക്ക് പറ്റും എന്നുള്ളതാണ്. എനിക്ക് മാത്രമായിട്ട് ഒന്നും പറ്റൂല. പക്ഷേ പല തുള്ളി പേര് വെള്ളം. ഞാൻ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് വളരെ ശക്തമായി മതേതര രാഷ്ട്രീയ പാർട്ടികളെ യോജിപ്പിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ നല്ല നിലയിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ പ്രതിപക്ഷ ഉപനേതാവായി നിൽക്കുന്ന സമയത്ത് ഇതെന്തിന് എന്നുള്ള ചോദ്യമുണ്ടല്ലോ, അത് ഒരു ത്യാഗമാണ്. കാരണം ഈ അവസ്ഥയിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് പാർട്ടി ചിന്തിച്ചത് കൊണ്ടും മുന്നണി ചിന്തിച്ചുകൊണ്ടുമാണ് ഞാൻ പോകേണ്ടി വന്നതെന്ന് പറയണം. സ്വാഭാവികമായി എല്ലാവരും അത് ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ചെറിയ ജാതി പാർട്ടികൾ, പലതരം സോഷ്യലിസ്റ്റ് പാർട്ടികൾ, അത്തരം പാർട്ടികളുടെയൊക്കെ ഒരു ഐക്യമുന്നണി കൂടി രൂപപ്പെട്ടാലേ ഒരു പക്ഷേ ഒരു UPA കൂടുതൽ ബദലാവാൻ, BJPക്ക് ബദലാവാൻ കഴിയുള്ളൂ. അത്തരം ഒരു ആലോചന കൂടി താങ്കൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, അതാണുള്ളത്. കാരണം ഇപ്പം തന്നെ ഉടനെ ചെന്ന് പാർട്ടി വളരെ ശക്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ചായിരിക്കില്ല. പാർട്ടി അത് ലോങ് ടേം അജണ്ടയാണ്, പാർട്ടി വളർത്തൽ. പക്ഷേ ഞങ്ങളുടെ ആക്ടിവിറ്റി ഇപ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞതാണ്. മതേതര പാർട്ടികളുടെ യൂണിറ്റി വരണം. നമ്മുടെ മുമ്പിൽ ബീഹാറുണ്ട്, UP ഉണ്ട്. ബീഹാറിൽ യൂണിറ്റി വന്നു, അവിടെ BJP ഔട്ട്. UP യൂണിറ്റ് വന്നില്ല, BJP അടിച്ചു കയറി. അപ്പോൾ ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അവസാനിപ്പിക്കാൻ പ്രവർത്തിക്കുക. അതിന് നമ്മളെ കോണ്ടാക്റ്റും അതുപോലെ തന്നെ ചർച്ചയും പരിശ്രമവും പിന്നെ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യാനാണ് ഉദ്ദേശം. ഇവിടുത്തെ ഒന്നാമത്തെ പാർട്ടി മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു വലിയ ഒരു സന്നാഹം തന്നെ മലപ്പുറത്ത് ഇറങ്ങിയതുപോലെയാണ് തോന്നുന്നത്. താങ്കൾ അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി കാണുന്നു. കാരണം കോൺഗ്രസിനല്ലേ സ്റ്റേക്ക് ഉള്ളത്, മറ്റാരെക്കാളും. അല്ലാതെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് അത് അത്ര വലിയ സ്റ്റേക്ക് ഇല്ല. അവർ കേരളത്തിൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരി, നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ അവർക്ക് ഒരു സ്റ്റേക്കും ഇല്ല. അവർക്ക് കേരളത്തിൽ ജയിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അതിനാണ് അവർ നാഷണൽ ഇഷ്യൂസ് പറയുന്നത്. കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ. BJP താഴെ വന്നാൽ അവിടെ കയറാൻ ഇന്ത്യയിൽ ആദ്യത്തെ പേര് കോൺഗ്രസിൻ്റെ തന്നെയല്ലേ. അപ്പോൾ കോൺഗ്രസിന് ഈ ഉപതെരഞ്ഞെടുപ്പ്, ഡൽഹിക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വളരെ സ്റ്റേക്കുള്ള വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. അതാണ് അവരുടെ ലീഡേഴ്സൊക്കെ വരുന്നത്. താങ്കളെ നേരിടുന്ന LDF സ്ഥാനാർത്ഥി പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ്. അവർക്ക് ഒരുപക്ഷെ അതിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, അവർ യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയുന്നതല്ലാന്ന് കേൾക്കുന്ന നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. താങ്കൾ ഒപ്പം തന്നെ ഈ മുന്നണിയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ താങ്കൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പോകില്ല എന്നൊക്കെ താങ്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പാർലമെൻ്ററി രംഗത്ത് നിന്ന് താങ്കൾ തൽക്കാലത്തെങ്കിലും മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, മുസ്ലിം ലീഗിലുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ട്? നിറയുണ്ട്, തീർച്ചയായിട്ടും ഇല്ലേ. സ്ഥാനം കൊടുക്കുമ്പോഴല്ലേ അത് കൈകാര്യം ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ പറ്റിയ ആളുകൾ ഇവിടെ ഉണ്ട്.
മാത്രമല്ല അവരെ സഹായിക്കാൻ ഞാനിവിടെ തന്നെ ഉണ്ട്. താങ്കൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ താങ്കളുടെ സജീവമായ റോള് UP ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ യുവ നേതാക്കൾക്ക് അവസരം കൊടുക്കാൻ കൂടി വേണ്ടിയാണോ താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്? ആണല്ലോ, അതും കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഒരു അവസരം ഇവിടെ യുവാക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഭാവി ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യും? ആരെങ്കിലും ഇവിടെ സ്ഥിരമായി നിൽക്കുമോ? അത് ജീവിച്ചിരിക്കൂലല്ലോ. അപ്പോൾ യുവാക്കളെ കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായും ഏത് പാർട്ടിൻ്റെ ലക്ഷ്യമാണ്. ഞങ്ങളുടെ പാർട്ടിയിലും ആ ലക്ഷ്യമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും യുവ നേതാക്കളൊക്കെ മണ്ഡലം കമ്മിറ്റികളിലൊക്കെ കാര്യമായ ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ അത്തരമൊരു യുവാക്കളുടെ ഒരു സ്പേസ് ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും ഞങ്ങളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏത് വാർഡ് തലം തൊട്ട് സംസ്ഥാന തലം വരെ എല്ലാ ഏജ് ഗ്രൂപ്പും വരണം, പ്രത്യേകിച്ച് യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണം എന്നുള്ളത് പാർട്ടി ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ചർച്ചയിൽ അതൊക്കെ വന്നു. അതിനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുന്നത്, ഞങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. യുവാക്കളുടെ പ്രാതിനിധ്യം വരും. ഏറ്റവും അവസാനമായിട്ട് ഒറ്റ ചോദ്യം കൂടി. താങ്കൾ ഒരു MLA സ്ഥാനം രാജിവെക്കാതെ മത്സരിക്കുന്നത് ഒരു വലിയ കുറ്റമായി ഇടതുപക്ഷം പ്രതിപക്ഷം അവതരിപ്പിക്കുന്നുണ്ട്. അതിനെന്താണ് താങ്കളുടെ ഒരു ന്യായം? ആരാ രാജിവെച്ചത്? അവർ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ MLA മത്സരിച്ചിരുന്നു, കൊല്ലത്ത് രാജിവെച്ചിരുന്നു. കേരളത്തിൽ ഇന്നേ വരെ അങ്ങനെ സംഭവമില്ല. മാത്രമല്ല അതിന് ഇട കിട്ടിയില്ലല്ലോ. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്താ കാര്യം? പെട്ടെന്ന് വന്നില്ലേ തെരഞ്ഞെടുപ്പ്? രാജിവെക്കാൻ എവിടെ സമയം? അതുണ്ടായില്ല. അങ്ങനെ ഒരു പതിവ് കേരളത്തിലില്ല. ആരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. അതൊന്നും ഗൗരവമായിട്ട് പറയുന്നതല്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അങ്ങ് രാജിവെക്കും. ഒറ്റ കാര്യം കൂടി, ഈ ബീഫ് ആണ് BJP ഇവിടെ മലപ്പുറത്ത് ജയിക്കുകയാണെങ്കിൽ ബീഫ് ഇവിടെ സുലഭമായി നല്ല ബീഫ് ലഭ്യമാക്കുന്നൊക്കെയാണ്. ബീഫിൽ തന്നെയാണ് അവരും കുടുങ്ങിയിരിക്കുന്നത്. ഈ ബീഫ് തന്നെയാണോ മലപ്പുറത്തെ ഒരു പ്രധാന പ്രചരണ വിഷയം? മലപ്പുറത്തെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. പിന്നെ അവർ ബീഫ് കച്ചവടം തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പൊന്നാം കുഞ്ഞാപ്പ കോണി ചിഹ്നത്തിൽ UDFന്റെ സാരഥിയായി വന്നു വോട്ടുകൾ കോണിക്കേകൂ. ഈ കുഞ്ഞാപ്പ മലപ്പുറത്തിന്റെ സ്വന്തമാണടാ. ഇനി നാമെല്ലാം ആശപ്പെട്ടൊരു നാള് വന്നടാ. ഈ നാടിൻ കൂട്ട് നൽകാൻ വോട്ട് കോണി ചിഹ്നത്തിലേക്കാ. ഈ കുഞ്ഞാപ്പ മലപ്പുറത്തിന് സ്വന്തമാണടാ. ഇനി നാമെല്ലാം ആശപ്പെട്ടൊരു നാള് വന്നടാ. ഈ പ്രദേശത്ത് നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ സ്വീകരണം. വിശ്രമം കഴിഞ്ഞ് 5 മണിക്കാണ് പര്യടനം പുനരാരംഭിച്ചത്. മുതുക്കുറിശിയും ആനമങ്ങാടും ആവേശകരമായ സ്വീകരണം. 2 മിനിറ്റിൽ കൂടുതൽ എവിടെയും സ്ഥാനാർത്ഥി പ്രസംഗിച്ചില്ല. താഴേക്കോടും എരവിമംഗലവും കഴിഞ്ഞ് പെരിന്തൽമണ്ണ മാനത്തുമംഗലത്ത് പ്രചരണം സമാപിച്ചു. ഇവരുടെ കുഞ്ഞാലിക്കുട്ടി ഏറെ കരുത്തു കാട്ടി. ഈ UDF ചുണക്കുട്ടി പോരാടും ഈ പുലിക്കുട്ടി. നല്ല നാളും വന്നിടാൻ വോട്ട്. ഈ കുഞ്ഞാപ്പ മലപ്പുറത്തിന് സ്വന്തമാണടാ. ഇനി നാമെല്ലാം ആശപ്പെട്ടൊരു നാള് വന്നടാ. നമ്മുടെ കുഞ്ഞാപ്പ കോണി ചിഹ്നത്തിൽ UDFന്റെ സാരഥിയായി വന്നു വോട്ടുകൾ കോണിക്കേക. 30 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി ഒരു ദിവസത്തെ പ്രചരണം അവസാനിപ്പിച്ചത്. UDFിലെ മുതിർന്ന നേതാവ് കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയായതിലുള്ള ആവേശം അണികളിൽ ദൃശ്യമാണ്. ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.